നമുക്ക് ഇന്ന് സദ്യയിലെ മസാല കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ മസാലക്കറിയാണ്. സദ്യയിലെ മസാലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മസാലക്കറി അല്ല. സദ്യയിലെ മസാലക്കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പൊട്ടറ്റോ വേവിച്ചിട്ടല്ല മസാലക്കറി ഉണ്ടാക്കുന്നത്. നമ്മൾ വീടുകളിലെ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ വേവിച്ചിട്ടാണ് മസാലക്കറി ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സദ്യയിലെ മസാലക്കറി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാട്ടോ. നമ്മൾ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒരുപാട് കുക്കാവണ്ട, പക്ഷെ ഒന്ന് ഒരു 1/4 ഭാഗത്തിന് മേലെ കുക്കായി കിട്ടണം. ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട, ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും മാത്രം കുക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോസൺ പീസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബേബി കോൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ കോൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കോൺ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ കോണോ ഫ്രോസൺ പീസോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തത നമുക്ക് ഈ ഒരു കറിയിൽ കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടും ആഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ചേർക്കാവുന്നതാണെന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ചേർക്കണം, ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ചേർക്കണം. നമ്മളിത് രണ്ടിൽ ഏതെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റായിട്ട് ഉരുളക്കിഴങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാറ്റാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ചട്ടിയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ബൗളിലേക്ക് മാറ്റാണ്. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതുണ്ടല്ലോ, തേങ്ങ ചിരവിയത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളകും ചേർക്കുക. ഇത് 3ഉം ചേർത്ത് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കുക. തേങ്ങയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ വറുത്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ പൊടികളൊന്ന് കുക്കായി വരണം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് ഇളക്കി കൊടുത്ത് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേ ചട്ടി തന്നെ കഴുകിയെടുത്തിട്ടോ തുടച്ചെടുത്തിട്ടോ ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഈ തേങ്ങയൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ചട്ടി തുടച്ചെടുത്താലും മതി. ഒന്ന് നല്ല ക്ലീൻ ആയിട്ടൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം ഇതേ ചട്ടിയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങയുടെ കൂട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കട്ടെ ചൂട് മാറാനായിട്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ സെയിം ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും സവോളയും ചേർക്കുകയാണ്. പച്ചമുളകും സവോളയും ചേർത്തിട്ട് ഇനി നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിനും കൂടി ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും സവോളയും പച്ചമുളകും, അതുപോലെ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം കേട്ടോ. മുറിച്ചല്ല, ചതച്ച് ചേർക്കണം. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പോഴല്ല ചേർക്കുന്നത്.
നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. ഈ സമയത്ത് നമ്മുടെ അരപ്പും റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇനി പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാത്തിൻ്റെയും റോ ടേസ്റ്റ് മാറ്റി എടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് വേണം നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ചെറിയ ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ കുറേ ഉപ്പ് ചേർക്കരുത്. നമ്മൾ ഉരുളക്കിഴങ്ങിലേക്കുള്ള ഉപ്പൊക്കെ ഇതിൽ നിന്ന് പിടിച്ചു വന്നോളൂ. നമ്മൾ കറി ആക്കി കഴിയുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം നമ്മുടെ മസാലയിൽ തന്നെയാണ് കുക്കാവുന്നത്. ആ അരപ്പിൻ്റെ ഗ്രേവിയിലാണ് കുക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു വന്നോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി അരപ്പ് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരപ്പ് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാൻ എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴറ്റി വെച്ചിരിക്കുന്നില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ചേർക്കുന്നത്, ചെറിയൊരു പുളി കിട്ടാനായിട്ട്. തക്കാളി ചേർക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ വിനീഗർ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഒന്നുകൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഗ്രേവിയൊക്കെ ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്ത് ഒന്ന് കുറുകിയ ഭാഗമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായി, ആ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി, ഗ്രേവിയൊക്കെ വറ്റി വരും. അപ്പോൾ നമുക്കിനി അത്രയും സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ സദ്യ മസാലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. ഇത്ര കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇത് കണ്ടോ, പൊട്ടറ്റോയിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് കുറുകി വരുന്നുണ്ട്. ഇനിയും കൂടുതലായിട്ട് കുറുകി വരണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി തുറന്ന് വെച്ച് തന്നെ ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അടച്ചു വെക്കരുത്, ഇനി തുറന്ന് വയ്ക്കുക. ഇത് ചൂട് മാറി വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അത്രയും സമയം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ചൂടാക്കാതെ പൊടിച്ചതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് സദ്യയിൽ വിളമ്പാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ സദ്യയിലെ മസാലക്കറി എങ്ങനെയാണെന്ന്. വളരെ സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ സദ്യയിലെ മസാലക്കറി. ഇതെല്ലാം തൊടുകറികളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്ന രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ അളവുകളിലാണ് ഉണ്ടാക്കുക. ഒരു 2-3 ഉരുളക്കിഴങ്ങാണ് ഒരു 5 പേരോ 6 പേരോ ഉള്ള ഫാമിലിക്ക് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ സദ്യയിലെ ഈ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു സദ്യ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.